എന്നുവെച്ചാൽ നമുക്കറിയാം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദാംശങ്ങൾ ഒരുപാട് ചർച്ചകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തേത് ഒന്നാമത് ഈ ഒരു ഇത്തരത്തിൽ ഒരു ദേശീയപാത അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റോഡ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് യാത്രക്കാരും ഡ്രൈവർമാരും ഒപ്പം അതിന് പരിസരത്ത് ജീവിക്കുന്ന പൊതുജനങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു പുതിയ റോഡിലൂടെ അതായത് ഒരു ദേശീയപാതയായാൽ പോലും ഒരു പുതിയ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ അല്ലെങ്കിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണ്? വിശദാംശങ്ങൾ. നീതു, നമുക്ക് കേരളത്തില് പുതിയ 6 വരി പാത വരികയാണ്. അതില് മലപ്പുറത്ത് കൂരിയാടും തൃശ്ശൂർ ചാവക്കാടും ഒക്കെ മണ്ണിടിഞ്ഞതായിട്ട് വാർത്തകളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ മാധ്യമങ്ങളും സാധാരണക്കാരും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. പുതിയ റോഡ് ശ്രദ്ധിക്കണ്ടേ? ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പുതിയ റോഡുകൾ, അതായത് മലമ്പ്രദേശങ്ങളിൽ എവിടൊക്കെ, അതായത് ഉറപ്പില്ലാത്ത സമതലത്തിലല്ലാതെ എവിടൊക്കെ റോഡുകളും റെയിലുകളും ഉണ്ടാക്കിയിട്ടുണ്ടായാലും ശരി, നമ്മുടെ ആസാം റീജിയനിലായാലും ശരി, ഹിമാലയത്തിലായാലും ശരി, ഹിമാലയത്തിൽ കുറച്ചും കൂടെ ഉറപ്പുള്ള മണ്ണാണെന്ന് പറയാം, നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ സമയത്തായാലും ശരി, ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ വെസ്റ്റേൺ ഗട്ട്സിലായാലും ശരി, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എത്രയൊക്കെ ശ്രദ്ധിച്ച് റോഡുകൾ ഉണ്ടാക്കിയാലും ആദ്യത്തെ 5 വർഷം പ്രതീക്ഷിക്കാതെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട സർക്കാരും ഡിപ്പാർട്ട്മെന്റുകളും PWD ഒക്കെയാണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റി ഒക്കെയാണ്. പക്ഷെ നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നവർ അപകടം ഉണ്ടാകുന്നത് സാധാരണക്കാർക്കാണ്. എന്ത് ശ്രദ്ധിക്കണം എന്നും കൂടെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുതിയ റോഡുകൾ ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാം. ഈ പുതിയ ഈ കുന്നുകൾ വെട്ടി, നമുക്കറിയാം ഈ റോഡുകൾ, ഇന്നത്തെ റോഡുകൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പരിപാടി ഇപ്പൊ ഇല്ല. ആ കോൺസെപ്റ്റ്, ആ കാഴ്ചപ്പാട് പൂർണ്ണമായി മാറി. ഒരു അലൈൻമെന്റ് എവിടുന്ന് തുടങ്ങി എവിടോട്ട് പോകുന്നു എന്ന് കണക്കാക്കി മിക്കവാറും ഒരു വളരെ നേരെയാണ്. അതായത് പണ്ടത്തെ റോഡെന്ന് പറഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞു പോകും, ട്രെയിൻ ആണെങ്കിൽ നേരെ പോകും എന്ന് നമ്മൾ പണ്ട് പറയും. ഇന്ന് റോഡുകളും പ്രത്യേകിച്ച് ഈ 6 വരി പാതകൾ, എക്സ്പ്രസ് ഹൈവേ ഒക്കെ നേരെയാണ് പോകുന്നത്. അപ്പൊ ഇവ ചിലപ്പോൾ പാടത്തുകൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ മലയിൽ കൂടി പോകേണ്ടി വരും, ചിലപ്പോൾ ഉറപ്പില്ലാത്ത മണ്ണിന്റെ അവിടെ കൂടെ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പുതിയ ചെരിവുകൾ, അതായത് കുന്നുകൾ വെട്ടി ഉണ്ടാക്കുമ്പോൾ, കുന്നുകൾ വെട്ടിയെടുക്കുമ്പോൾ ആ ഭാഗത്തെ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന മരങ്ങളും വേരുകളും ഇല്ലാതാകും എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഈ പുതിയതായി വെട്ടിയ ഭാഗങ്ങൾക്ക് ഏറ്റവും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, 2-3 വർഷത്തേക്കെങ്കിലും ഇവ ഉറപ്പില്ലാത്ത ചരിവുകളായിരിക്കും, അൺസ്റ്റേബിൾ ആണെന്ന് പറയും. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പോയി പരിധി നോക്കുകയാണെങ്കിലോ ഇത് മനസ്സിലാവും. മഴ വരുമ്പോൾ ഇവ എളുപ്പത്തിൽ ഇടിഞ്ഞു വീഴും. നമുക്കറിയാം റെയിൽവേ വളരെ മനോഹരമായിട്ടാണ് റെയിൽവേ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ശ്രീധരൻ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് കൊങ്കൺ റെയിൽ ഉണ്ടായത്. കൊങ്കൺ റെയിൽ എത്രയോ നാള് മണ്ണിടിഞ്ഞു വീഴുന്നതിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ഇതൊരു പച്ചയായ സത്യമാണ്. നമ്മുടെ ഇന്ന് കേരളത്തിലെ റോഡുകളൊക്കെ ഇന്നിപ്പോൾ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ പണ്ടും ഹൈവേകൾ വളരെ ഉറപ്പായിട്ടാണ്, വളരെ ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പം ഈ സംവിധാനത്തിൽ ഉണ്ടാക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം തിടുക്കത്തിലുള്ള പണിയാണ്. 2014 ഒരു ദിവസം 24 മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ് റോഡുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നത് ഒരു ദിവസം 30 കിലോമീറ്ററാണ് ഉണ്ടാക്കുന്നത്. അത്ര വേഗത്തിലാണ് ഇന്ത്യയിൽ നിന്ന് റോഡുകൾ ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു കാരണം, ഈ റോഡും റെയിലും ഗതാഗതം ശരിയാകാതെ ഇന്ത്യ മുന്നോട്ട് പോകില്ല. പണ്ട് 60കളിൽ അമേരിക്കയുടെ വളർച്ചയ്ക്ക് കാരണം, പിന്നീട് 80കളിലും 90കളിലും ചൈനയുടെ വളർച്ചയ്ക്കും പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളും റെയിലുകളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡുകൾ ഉണ്ടാക്കുന്നത് ഉള്ളതുകൊണ്ടാണ് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഒരു വൻ സംരംഭമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പം പലപ്പോഴും സമയപരിധി, ഈ പറയുന്നവർക്ക് സമയപരിധി കൊടുക്കും കോൺട്രാക്ടർമാർക്ക്. അത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ആകാമെന്ന് വെച്ചോളൂ, അത് നിഷേധിക്കുന്നില്ല.
അപ്പൊ റോഡ് പണികൾ പലപ്പോഴും വളരെ വേഗത്തിലാണ് പുരോഗമിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ട ആവശ്യങ്ങൾ, അതിന്റെ ചരിവിന്റെ സംരക്ഷണം കൃത്യമായി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഇത് റോഡിന്റെ നിലവാരത്തെ ബാധിക്കുമെന്നുള്ളതും സത്യമാണ്. അതൊന്ന്. രണ്ട്, ഈ കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വയലുകളുണ്ട്. വയലിലെ മണ്ണ് വയലിലെ ചെളിയുടെ പുറത്തായിരിക്കും ഈ റോഡ് ഉണ്ടാക്കാനുള്ള മണ്ണ് കൊണ്ട് ഇടുക. ഇതൊക്കെ കോൺക്രീറ്റ് ആക്കിക്കൊണ്ട് അടിയുന്ന കോൺക്രീറ്റ് ആയിട്ട് കെട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയില്ലായ്മ കേരളത്തിലെ പല പുതിയ റോഡുകളിലും കാരണം നമ്മുടെ ഇവിടെ ഈ നമ്മുടെ ഒരു ഭൂമിയുടെ പ്രതലം തന്നെ അങ്ങനെയാണ്. അപ്പൊ സൈഡിലുള്ള ഓടകളായാലും ശരി, ചെറിയ ഈ കൾവട്ടം എന്ന് പറയും, അടിയിൽ കൂടെ വെള്ളം പോകാനുള്ളതായാലും, ഇതൊന്നും ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ഇപ്പൊ മഴവെള്ളം കെട്ടിക്കിടന്ന് ഈ റോഡിനടിയിലുള്ള മണ്ണ് കുതിരുകയും മണ്ണ് അയഞ്ഞു പോകാൻ കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, ഇതൊക്കെ മണ്ണ് പരിശോധനയൊക്കെ വേണമെങ്കിലും ഒരു വീടാണെങ്കിൽ, ഒരു കെട്ടിടമാണെങ്കിൽ അതൊക്കെ എല്ലാം പക്കയായിട്ടൊക്കെ നടക്കും. പക്ഷെ റോഡ് പണിയുന്നതിന് മുമ്പ് എത്രത്തോളം ഉറപ്പുള്ള മണ്ണാണെന്ന് പ്രധാന സ്ഥലങ്ങളിലൊക്കെ നോക്കും. എല്ലാ സ്ഥലത്തും, ആ റോഡ് പോകുന്ന എല്ലാ സ്ഥലത്തും അതിന്റെ മണ്ണിന്റെ പരിശോധന എത്രത്തോളം ഫലപ്രദമായി നടക്കുമെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ അതിന്റെ സൈഡിലെ ചരിവിന്റെ ആംഗിൾ എന്ന് പറയും, അല്ലെ, സ്ലോപ്പിന്റെ ആംഗിൾ, വെള്ളം ഒഴുകിയെത്തും, എത്ര വെള്ളം അവിടെ ഒഴുകിയെത്തും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ പോലെ വലിയ മഴ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങൾ കൃത്യമായി അറിയണമെന്നില്ല. പലപ്പോഴും അത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറോ ഇവിടുത്തുള്ളവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് പ്രകൃതിയോട് മല്ലിടുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമാകണമെന്നില്ല. ഇതൊക്കെ അപകടങ്ങൾ വരുത്തി വെക്കുന്നതിന് കാരണമാണ്. മാത്രമല്ല, ഈ സമയത്ത് ധാരാളം മരങ്ങൾ റോഡിന്റെ സൈഡിൽ നിന്ന് വെട്ടിമാറ്റും. അപ്പൊ ഈ മരങ്ങളും വേരുകളും മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത് വളരെ പ്രധാനമാണ്. ഈ റോഡ് വീതി കൂട്ടുമ്പോൾ ഇവ വ്യാപകമായി വെട്ടിമാറ്റപ്പെടേണ്ടി വരും. അപ്പൊ മണ്ണിന്റെ സ്വാഭാവികമായ സംരക്ഷണം ഇല്ലാതാവും, മണ്ണിടിച്ചിലിന് ഒരു കാരണമാവും. മണ്ണ് അലക്ഷ്യമായി നിക്ഷേപിക്കുന്ന എടുത്ത മണ്ണ്, കുന്നിടിച്ചിടുന്ന മണ്ണ് ഇവരെവിടെയാണ് കൊണ്ടിടുന്നത്? പലപ്പോഴും ഇത് കൊണ്ടിടാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ല. റോഡ് പണിക്കായി വെട്ടിയെടുക്കുന്ന പാറകളും മണ്ണും ഒക്കെ സൈഡിൽ തന്നെ, കുന്നിന്റെ ഒക്കെ സൈഡിലും റോഡിന്റെ ഒക്കെ വശങ്ങളിലൊക്കെ ഇടും. ഇപ്പൊ എന്ത് പറ്റുന്നത്? ഇവ മഴ പെയ്യുമ്പോൾ എല്ലാം കൂടെ ഒലിച്ചിറങ്ങി ഓടകളും ഇതൊക്കെ അടഞ്ഞു പോകും. അപ്പൊ അതും റോഡിൽ മണ്ണിടിയാൻ ഒരു പ്രധാന കാരണമാണ്. പിന്നെ നമ്മൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥയുടെ പഴയ ഒരു ഏകദേശം പ്രഡിക്ഷണബിൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മഴയല്ല ഇപ്പോൾ. നമുക്ക് അതിശക്തമായ മഴ ചില സമയത്ത് ഉണ്ടാകുന്നുണ്ട്, മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മൺസൂണിന്റെ ക്രമം തെറ്റിയുള്ള വരം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ചരിവുകളുടെ ഉറപ്പില്ലായ്മയെ ബാധിക്കും എന്നുള്ളതാണ് പ്രധാനം. ഇനി നമ്മൾ അടുത്ത ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് 100% നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടാൻ പോയി കഴിഞ്ഞാൽ കുറയ്ക്കാമെന്നല്ലാതെ ഇത് 100% ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പച്ചയാ. ഇതിപ്പോ ആരെയും പ്രൊട്ടക്ട് ചെയ്ത് പറയല്ല. ഇപ്പൊ ഈ എന്താണ് പറയുക, മലപ്പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കട്ടെ, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടൗട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ മണ്ണിന് ബലം നൽകുക, അതായത് ചെയ്യേണ്ട ഇതൊക്കെയാണ്. മണ്ണിന് ബലം നൽകാനായി ഈ മതിലുകൾ, റീറ്റൈനിങ് വാളുകൾ കിട്ടും, കല്ല് വലയിട്ട് ഉറപ്പിക്കുക, അതായത് വലയ്ക്കകത്ത് കല്ലുകൾ ഇട്ട്, പാറക്കല്ലുകൾ, അതിനെ ഗാബിയോൺ ബോക്സസ് എന്നാണ് പറയുന്നത്. പാറകളെ ബോൾട്ട് ചെയ്യും, റോക്ക് ബോൾട്ടിങ് എന്ന് പറയും. പ്രത്യേകതരം വലകളുണ്ട്, ജിയോ ടെക്സ്റ്റൈൽ നെറ്റ് എന്ന് പറയും. അതായത് ഇതൊക്കെ ഈ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ മൂന്നാറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതിന്റെ പല ടെക്നിക്കുകളും ഓൾറെഡി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മൂന്നാർ പുതിയ റോഡ് ഉണ്ടാക്കുക, നമ്മുടെ തേനിയിലുള്ള റോഡ്. അതുപോലെ തന്നെ കൃത്യമായി വെള്ളം ഒഴുക്കി വിടണം. ചരിവുകളിൽ നിന്ന്, റോഡുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ ഇത് കെട്ടി നിന്ന പ്രശ്നമാണ്. അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ റോഡിന് കുറുകെയുള്ള കൾവേർട്സ് ഉണ്ട്. അപ്പം വെള്ളം ശേഖരിക്കാനുള്ള ക്യാച്ച് പിറ്റ്സുകളുണ്ട്. ഇതൊക്കെ വേണം. പക്ഷെ ഇതൊക്കെ എപ്പോഴും ഒരു പുതിയ റോഡ് ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആകണമെന്നില്ല. അതുപോലെ തന്നെ അതിനകത്ത് വേഗത്തിൽ വളരുന്ന പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക, വെറ്റിവർ പുല്ലെന്നൊക്കെ പറയും. കയറ് കൊണ്ടുള്ള പായകൾ ഉപയോഗിക്കാറുണ്ട്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഇതൊക്കെ ചെയ്യും. അപകടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം വേണം, ലൈവ് മോണിറ്ററിങ്. അതായത് ഇന്ന് സോയിലിന്റെ മോയ്സ്ചർ ടെസ്റ്റ് ചെയ്യാൻ, മോശമാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്, ഏർലി വാർണിംഗ് സംവിധാനമുണ്ട്. അപ്പൊ നിയമങ്ങൾ, അപ്പൊ അതുപോലെ തന്നെ കുന്നിൻ പ്രദേശത്ത് എങ്ങനെ റോഡ് ഉണ്ടാക്കണമെന്നുള്ളതിനെ പറ്റി ഈ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, സുരക്ഷാ മാനദണ്ഡമുണ്ട്, ചരിവ് എങ്ങനെ വേണമെന്നുണ്ട്. പക്ഷേ ഈ മാത്രമല്ല പണി കഴിഞ്ഞിട്ടുള്ള അറ്റകുറ്റപ്പണികൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്.
ഇതിന്റെ പ്രശ്നം ഇതൊക്കെ സർക്കാരൊക്കെ ചെയ്യേണ്ടതാണ്, അതോറിറ്റി ചെയ്യേണ്ടതാണ്. എത്ര പെർഫെക്റ്റ് ചെയ്താലും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുന്നിൻ പുറങ്ങളിൽ വയലിന്റെ പുറത്തൊക്കെ വലിയ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ, വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അത് ഉപയോഗിക്കുന്നവർ തിരിച്ചറിയണം. ഇതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പറയാനുള്ളത് ആളുകൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കൂടെ പറയണം, അല്ലെങ്കിൽ ഇതിന് പ്രസക്തിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഞങ്ങളുടെ ഈ ഡോക്ടർമാരുടെ ഇടയിൽ പറയുന്ന ഒരു സാധനമുണ്ട്. റോഡ് അപകടം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആവശ്യമില്ലാതെ റോഡ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞ എത്ര പേർക്ക് ദഹിക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇതാണ് ഒരേ ഒരു സുരക്ഷിതമായ മാർഗം. ആവശ്യത്തിന് മാത്രം റോഡിൽ ഇറങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റോഡ് നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കാലാവസ്ഥ എന്താണ്, റോഡ് വിവരങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളുണ്ട് എന്ന് നോക്കുക. ഇന്നിപ്പോ നമുക്കറിയാം, കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നമുക്ക് ഈ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറയും. ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഉണ്ടെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലെ കൂടെയുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സർക്കാർ നൽകുന്ന ട്രാഫിക് അപ്ഡേറ്റ്സ്, സർക്കാർ ഇപ്പൊ പലപ്പോഴും കഴിഞ്ഞ 3-4 വർഷമായിട്ട് കേരള സർക്കാർ ഉൾപ്പെടെ കൃത്യമായി പറയുന്നുണ്ട്, ഈ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കരുത്, ഈ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കരുത് എന്ന് പറയും. പലപ്പോഴും നമ്മൾ അത് കേൾക്കാറില്ല എന്നുള്ളതാണ് ഇങ്ങനെയാണ് അപകടത്തിൽ ചെന്ന് ചാടുന്നതിന്റെ ഒരു കാരണം. 2, ഇത്തരം പ്രദേശങ്ങളിൽ കൂടി പ്രത്യേകിച്ച് മഴയത്ത് രാത്രി ഉള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം. അത് നേരത്തെ പ്ലാൻ ചെയ്ത് പോകണം. ഇത് വളരെ പ്രധാനമാണ്. ഇരുട്ടിലാണ് പലപ്പോഴും മണ്ണിടിച്ചിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത്. പകൽ വെളിച്ചത്തിൽ മാത്രം യാത്ര ചെയ്താൽ പലപ്പോഴും ഇത് നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെട്ടിരിക്കും, പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഇടാനൊക്കെ പറ്റും. മറ്റേത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ അപകടം. രാത്രി ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീണാലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇനി ഏറ്റവും ബുദ്ധിപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് എത്ര പേർക്ക് ദഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പഴയ റോഡുകളാണ് എപ്പോഴും സുരക്ഷിതം. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള റോഡുകളിൽ മുമ്പ് മണ്ണിടിച്ചിട്ട് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ അവ പൊതുവെ മഴക്കാലത്ത് സുരക്ഷിതമാണ്. ഇതാണ് ഏറ്റവും അടുത്ത മറ്റൊരു മരി. എന്നാൽ പോലും അപകടങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തയിടെ വീതി കൂട്ടിയ റോഡുകൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഇപ്പം നമ്മളൊക്കെ തന്നെ അറിയാം, നമ്മുടെ 6 വരി പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ചുറ്റിനും ഇങ്ങനെ മണ്ണെടുത്ത് വലിയ കുന്നുകളാണ് അപ്പുറം കാണുന്നത്. ചരിവൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിഞ്ഞൂടാ അവിടുത്തെ മണ്ണ് എങ്ങനെ ആയിരുന്നു, എന്തുകൊണ്ടാണ് ആ മണ്ണ് സ്റ്റേബിളായിട്ട് നിന്നിരുന്നത്, ഇപ്പുറത്ത് മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണോ, ഇപ്പുറത്ത് ഭൂമി ഉണ്ടായിരുന്നത് കൊണ്ടാണോ, ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. അടുത്ത യാത്രക്കിടയിൽ റോഡിന്റെ സൈഡിൽ വിള്ളലുകളോ ക്രാക്സ് അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ റീറ്റൈനിങ് വാള് ബൾജ് ചെയ്ത് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊരു വലിയ അപകട സൂചനയാണ്. ഈ ചരിവുകളിൽ നിന്ന്, 2 സൈഡിലുള്ള ചരിവുകളിൽ നിന്ന് വെള്ളം അസാധാരണമായി ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അപകട സൂചനയാണ്. റോഡിൽ ചെളി കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ചെറിയ കല്ല് വീണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വരാൻ പോകുന്ന വലിയ ഇടിച്ചിലിന്റെ മുന്നോടിയാകാം. മരങ്ങൾ ചരിഞ്ഞു വരുന്നുണ്ടോ, വൈദ്യുതി പോസ്റ്റ് ചരിഞ്ഞു വരുന്നുണ്ടോ, ഇതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ഇതുകൊണ്ടാണ് പകല് സഞ്ചരിക്കണമെന്ന് പറയുന്നത്. രാത്രി വലിയ അപകടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടാൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ വാഹനം നിർത്തി അധികം സ്മാർട്ട്നെസ് കാണിക്കാതെ ഇപ്പൊ അങ്ങടന്ന് പൊക്കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണമെന്നില്ല. ധാരാളം പേർക്ക് അപകടം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ട് അത് അവഗണിച്ചത് കൊണ്ടാണ്. ഒരു കാരണവശാലും ഇത്തരം പുതിയ ചരിവുകളുടെ അടുത്തോ പാറക്കെട്ടല്ല അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന പാറയുടെ അടിയിലോ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ നിർത്തുന്ന സ്ഥലങ്ങൾ വളരെ അപകടം പിടിച്ചതാകാനുള്ള സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് ഈ പുതിയ റോഡുകൾ. അടുത്ത ഏറ്റവും പ്രധാനം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വേഗം കുറച്ചോടിക്കുക. അതായത് ഈ മഴയത്ത് സാധാരണ ഓടിക്കുന്നതിനേക്കാളും പ്രത്യേകിച്ച് വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ പതുക്കെ വണ്ടി ഓടിക്കണം. എത്ര പേർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അറിയാം? വലിയ ശക്തിയുള്ള മഴയിൽ ലോ ബീം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇതിനെപ്പറ്റി വേണമെങ്കിൽ പോയി പഠിക്കുക. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് മാത്രമേ ശരിക്കും നമുക്ക് കാണാൻ പറ്റൂ. ഹെയർ പിൻ ബെന്നുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാറിന്റെ ബ്രേക്ക് നന്നായിരിക്കണം, ടയർ നന്നായിരിക്കണം എന്നുള്ളതൊന്നും പ്രത്യേകം പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റോഡ് തടസ്സം മുന്നിൽ വരാൻ വേണ്ടി നല്ല ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. പാട്ടൊക്കെ കേട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഓടിക്കുന്നതിനേക്കാളും നമുക്കറിയാം മഴയത്തും
നമ്മൾ അവസാനം ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയുമെങ്കിലും ശ്രദ്ധിക്കാതെ പോയി വണ്ടി ഓടിച്ചാണ് ചെന്ന് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ റോഡിലുള്ള അപകടങ്ങളും ബോർഡുകളും സൈൻ ബോർഡുകളും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും വെള്ളക്കെട്ടോ മണ്ണോ നിറഞ്ഞു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുവഴി വണ്ടി ഓടിക്കരുത്. ചിലപ്പം ചെറിയ കുഴിയാണെന്ന് നിങ്ങൾ വിചാരിക്കും, വലിയ കുഴിയായിരിക്കാം, മണ്ണ് ഒലിച്ചിറങ്ങി പോകുന്നതിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ PWDയുടെ ഈ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും അവഗണിച്ച ആളുകൾ മുന്നോട്ട് പോകും. അതും അപകടമാണ്. ലോക്കൽസ് പറയുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്, അവിടെ ആ തദ്ദേശവാസികൾ അതും അവഗണിക്കുന്നത് വലിയ അപകടമാണ്. അങ്ങനെ ഇനി എവിടെയെങ്കിലും ഒരു മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്ത് അത് കാണാൻ നമ്മുടെ ആളുകൾ കേരളത്തിൽ നിന്ന് ധാരാളം പോകാറുണ്ട്. ഈ പഴയ ഇടുക്കിയിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയും ചെന്ന് കയറും. ടൂറിസം, മണ്ണിടിച്ചിൽ ടൂറിസം, ഇതൊക്കെ പലപ്പോഴും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ വാണിങ്ങുകൾ, മുന്നറിയിക്കുക, തടസ്സങ്ങൾ തട്ടി മുന്നോട്ട് പോകാതിരിക്കുക. എന്തെങ്കിലും അപകട സാധ്യത കാണുകയാണെങ്കിൽ നിങ്ങളുടെ PWD അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട്, ഡിസാസ്റ്റർ കൺട്രോൾ റൂമുകളുണ്ട്. ആ നമ്പറുകളൊക്കെ സംഘടിപ്പിച്ച് വെച്ച് അവരെ ഒന്ന് അറിയിച്ചാൽ അവർ വേണ്ട നടപടികൾ എടുക്കും. അപ്പൊ ഇത് നമ്മൾ പറയാനുള്ളത് റോഡ് യാത്ര ചെയ്യാൻ മാത്രമുള്ള ഒന്നല്ല, അവിടെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മഴയുടെ ഒരു രീതി കാണുമ്പോൾ പുതിയ റോഡുകൾ എപ്പോഴും പഴയ റോഡുകളെക്കാൾ അപകടകാരിയാണ്. ശ്രദ്ധിച്ചു പോകുക. റോഡിലുള്ള വിള്ളലുകളും സംശയം ഉണ്ടെങ്കിൽ വണ്ടി നിർത്തുക. മഴയത്ത് രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കാതിരിക്കുക. പതുക്കെ വണ്ടി ഓടിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് അപകടമാണ്. ഇതാണ് പ്രധാനമായിട്ട് ഈ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.